വെരി ലോങ് ടൈം ഞാനൊരു ഡെയിലി മൈ ലൈഫ് ചെയ്യുകയാണ്. അത് നേരത്തെ തന്നെ എണീച്ചിട്ട് ഞാൻ 2-3 ദിവസമായിട്ട് ഇത്ര നേരത്തെ എണീക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. ഇന്ന് ഓൾമോസ്റ്റ് 4 മണിക്ക് തന്നെ എണീച്ചിട്ടുണ്ട്. ഒരു ഉറക്കച്ചടവുണ്ട്. ഞാൻ പറഞ്ഞത് 2 ദിവസത്തെ ഗ്യാപ്പ് വന്നതുകൊണ്ട് ഉറക്കച്ചടവുണ്ട്. അപ്പോൾ അങ്ങനെ എഴുന്നേറ്റ് കുറച്ച് കാര്യങ്ങളൊക്കെ ശരിയാക്കട്ടെ. നമ്മളിപ്പോഴും ആ ഡിസിപ്ലിനറി ആയിട്ട് പോകുന്നുണ്ടോ എന്നതിനേക്കാൾ കാര്യം അഥവാ നമ്മൾ തെറ്റിപ്പോയാലും പിന്നെയും ആ ട്രാക്കിലോട്ട് വരാനുള്ളൊരു മനസ്സുണ്ടല്ലോ, അതുണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ മനഃപൂർവ്വമല്ല, നമ്മളെ ലൈഫാണ്, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓരോന്ന് വരാം, ബിസിയായി പോവാം. അതിലൊക്കെ നമ്മൾ തളർന്നു പോവാതെ പിന്നെയും കുറച്ച് നേരത്തെ എണീച്ചിട്ട് നമ്മുടെ റൂട്ടിൻ്റെ പഴയ കാര്യങ്ങളൊക്കെ തിരിച്ചു കൊണ്ടുവന്നിട്ട് എല്ലാം കൂടി ഒന്ന് റീസെറ്റ് ചെയ്ത് നമ്മുടെ ബ്രെയിനൊക്കെ ഒന്ന് റീഫ്രഷ് ചെയ്തെടുക്കാൻ എങ്ങനെയായാലും ഒന്ന് ശ്രമിക്കണം. അതെപ്പോഴായാലും കുഴപ്പമൊന്നുമില്ല. ഇനി അങ്ങോട്ട് ഈ രാവിലെ മാത്രമേ കുറച്ചെങ്കിലും നമുക്ക് തണുപ്പ് കിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ജനലിൽ കർട്ടനൊക്കെ തുറന്നിടുന്നത്. ഇനി അങ്ങോട്ട് അടച്ച് പൂട്ടി ഇരുന്നേ പറ്റുള്ളൂ. അത്രയ്ക്ക് ചൂടാണ് കുറച്ച് കഴിഞ്ഞാൽ വരുന്നത് കേട്ടോ. പിന്നെ എന്തൊക്കെ പറഞ്ഞാൽ നമ്മളെ പ്ലാനൊന്ന് കെയർ ചെയ്യണം. നമുക്ക് കുറച്ച് വെയിലൊക്കെ ഇൻഡയറക്റ്റ് ആയിട്ടാണെങ്കിലും അടിച്ച് കിട്ടണമല്ലോ. അതിന് വേണ്ടിയിട്ട് നമ്മൾ ജനലിലേക്ക് എടുത്ത് വെക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് മാറ്റി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വെക്കണം. നമ്മൾ കെയർ കൊടുത്തില്ലെങ്കിൽ അതെല്ലാം നശിച്ചു പോവും. ഇൻഡോറാണ്, അപ്പോൾ അതിൻ്റേതായിട്ട് ഇത് കൊടുക്കണം. ഇപ്പോൾ എന്തായാലും നല്ല രീതിയിലൊക്കെ പോകുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ എൻ്റെ ബുക്കൊക്കെ വീണ്ടും റീ ഓപ്പൺ ചെയ്തു. എന്താണെന്ന് വെച്ചാൽ ഇനി നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതി വയ്ക്കാനുണ്ട്, നടത്തിയെടുക്കാനുള്ള കാര്യങ്ങൾ എഴുതാനുണ്ട്. ഇന്നത്തെ ഒരു പ്ലാൻ എന്തൊക്കെയാണ്, ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ എഴുതാനുണ്ട്. പിന്നെ കഴിഞ്ഞു പോയതായാലും നമുക്കൊന്ന് എന്തെങ്കിലുമൊക്കെ മാറ്റം വരുത്തേണ്ടി വരുമല്ലോ. നമ്മൾ ചെയ്തു പോയതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അത് ചേഞ്ച് ചെയ്യണം. അങ്ങനെ കുറേ ഉണ്ടാവും. എല്ലാം ഒന്ന് പ്ലാൻ ചെയ്തിട്ട് പോകണം. പ്രത്യേകിച്ച് എന്നെപ്പോലെയുള്ള ആൾക്കാർക്ക് ഒരു ബെല്ലും ബ്രേക്കൊന്നും ഇല്ലാതെ പോകുന്നവർക്കാണെങ്കിൽ ഇതുപോലെയുള്ളൊരു റൂട്ടീൻ വളരെ ചേഞ്ചാണ് നമ്മുടെ ഫുൾ ലൈഫിൽ കൊണ്ടുവന്നത് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ എഴുതി വെക്കുമ്പോൾ നമ്മൾ ആരോ വന്നിട്ട് നമ്മൾ പോലും അറിയാതെ ഒരാൾ വന്ന് നമ്മൾ ഓർമ്മപ്പെടുത്തൂലേ, വേഗം ചെയ്യുന്നതിന് സമയമായി എന്ന് പറയുന്ന ഒരാൾ നമ്മുടെ ബ്രെയിനിൽ വർക്ക് ചെയ്യുന്നത് പോലെ എനിക്ക് തോന്നിയിട്ടുള്ളത്. അല്ലെങ്കിൽ നമ്മൾ എത്ര തന്നെ നമ്മൾ ഓർത്ത് വെച്ചിട്ട് ചെയ്യാൻ നോക്കിയാലും ഇങ്ങനെ എഴുതുമ്പോൾ ചെയ്യുന്നത് തമ്മിൽ അത്രയ്ക്ക് വ്യത്യാസമുണ്ട്. അതിൻ്റെ പിന്നിലുള്ള മാജിക് എന്തൊക്കെയോ ആണല്ലേ, കുറേ ഉണ്ട്. എന്നാലും ഇത് ഒരുപാട് എനിക്ക് വർക്കാവുന്നുണ്ട്. പിന്നെ എല്ലാം കൂടി ഒന്ന് മനസ്സിരുത്തി ഒന്ന് ചിന്തിച്ച് കൂട്ടാനും ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതൊക്കെ ഒന്ന് ഫിൽറ്റർ ചെയ്തെടുക്കാനും ഒരു ഗ്രാറ്റിറ്റ്യൂഡും എല്ലാത്തിനുമായിട്ട് നമ്മൾ ഈ മോർണിംഗ് ടൈം ഒന്ന് മാറ്റി വെച്ചിരുന്നെങ്കിൽ പിന്നെ അങ്ങോട്ട് അടിപൊളിയായിരിക്കും. എൻ്റെ കയ്യിൽ തലേന്ന് നമ്മൾ ജീരകവെള്ളമാക്കി വെക്കുമല്ലോ, നമ്മളൊരു ഗ്ലാസ്സിൽ വെള്ളത്തിലിട്ട് വെക്കുന്ന ജീരകവെള്ളം പിറ്റേന്ന് എടുത്ത് കുടിക്കുന്നത്. എനിക്ക് തിളപ്പിച്ചതിനേക്കാൾ കുറച്ചും കൂടി ഇങ്ങനെ ആക്കുമ്പോൾ കുറച്ച് ബെറ്റർ ആയിട്ട് തോന്നാറുണ്ട്. ഒരുപാട് ജീരകം ഇടാറുണ്ട് കേട്ടോ. 2 ടേബിൾ സ്പൂണെങ്കിലും ഒരു ഗ്ലാസ്സിലോട്ട് ഇടും. അപ്പോഴും എനിക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും തോന്നില്ല ഇത് കുടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊന്ന് ആസ്വദിച്ച് കുടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പുറത്തോട്ട് ഇറങ്ങിയത്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഒരു ലിക്വിഡ് എന്ന് പറയുന്നത് ഒരു ഡ്രിങ്ക് ആയിട്ട് ഇത് തന്നെയാണ് ഞാൻ കുടിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഒരു വയറ് കുറയ്ക്കാനൊക്കെ ഒന്ന് ഹെൽപ്പ് ആവുമെന്നാണ് പറയുന്നത്. എനിക്ക് നല്ല രീതിയിലൊന്ന് മെറ്റാബോളിസമൊക്കെ എനിക്ക് പൊതുവേ നല്ല മെറ്റാബോളിസം കൂടുതലുള്ള ഒരാൾ തന്നെയാണ്. അപ്പോൾ ഇതൊക്കെ ചെയ്തിട്ടാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പിന്നെ ഇങ്ങനെ ആസ്വദിച്ച് പുറത്തിരിക്കാൻ നല്ല രസമാണ്. ഇടയ്ക്ക് പോകുന്ന കുറച്ച് വണ്ടികളുടെ ഒരു ഡിസ്റ്റർബൻസ് ഉണ്ട്. ഇപ്പോഴേ തുടങ്ങിയിട്ടുണ്ട്. 4 മണിയാണെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ആൾക്കാർ ഇപ്പോഴേ പുറത്തൊക്കെ വർക്കൊക്കെ ചെയ്താൽ പോയി തുടങ്ങിയിട്ടുണ്ട്. ഞാനും എൻ്റെതായ വർക്കിന് പോവാണ്, വേറെ വർക്കൊന്നുമല്ല. ഒന്ന് വാക്കിങ്ങിന് പോകണം. കുറച്ച് ദിവസമായിട്ടോ വാക്കിങ്ങൊക്കെ ചെയ്തിട്ട്. ഞാൻ പിന്നെ ഇവിടെ തന്നെ സ്കിപ്പിങ് ചെയ്യാറുണ്ട് വീട്ടിൽ നിന്ന് തന്നെ. പിന്നെ നമ്മൾ യൂട്യൂബൊക്കെ നോക്കിയിട്ടുള്ള വർക്കൗട്ട് ഉണ്ടല്ലോ, ഇതൊക്കെ സമയം കിട്ടുമ്പോൾ ഒക്കെ ചെയ്യാറുണ്ട്. പുറത്തൊന്നും അങ്ങനെ വാക്കിങ്ങിന് പോയിട്ട് കുറച്ചായി. അതായത് നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ചെയ്തതൊക്കെ ഒന്ന് ട്രാക്കിലോട്ട് കൊണ്ടുവരികയാണ് ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ. അപ്പോൾ ഈ കോളനിക്ക് അകത്തൂടെ നടന്നാൽ തന്നെ എങ്ങനെയായാലും 1-2 കിലോമീറ്റർ മിനിമം നമുക്ക് കിട്ടും കേട്ടോ. ഒരു റൗണ്ടൊക്കെ പോയി വരാവുന്നതേ ഉള്ളൂ. കുറച്ച് പേരൊക്കെ ഈ സമയം മുതലേ വാക്കിങ് ചെയ്യാറുണ്ട്. എനിക്ക് സരോവരം ഒന്ന് പോകണം നല്ല ആഗ്രഹമുണ്ട്. പക്ഷേ അങ്ങോട്ട് പോകാനുള്ള ധൈര്യമൊന്നുമില്ല ഒറ്റയ്ക്ക് ആയതുകൊണ്ട് തന്നെ. ഇതാകുമ്പോൾ കുഴപ്പമില്ല, നമുക്ക് അറിയുന്ന പരിചയമുള്ള ഏരിയ ആണ്, എല്ലാം കൊണ്ട് സേഫാണ്, എല്ലാം ആണ്. അപ്പോൾ കുറച്ച് നേരം കൊണ്ട് തന്നെ ഒരു അരമണിക്കൂറിനുള്ളിൽ തന്നെ നമുക്ക് തിരിച്ചു വരാൻ പറ്റി. അപ്പോൾ തന്നെ ഞാൻ അത്യാവശ്യം നല്ല രീതിയിൽ സ്വെറ്റ് ആയിട്ടുണ്ട്. കാരണം നല്ല ചൂടുണ്ട്. പഴയ പോലെയൊന്നുമല്ല, ഇപ്പം നല്ല ചൂടായി തുടങ്ങുന്നുണ്ട്. ഇനി അങ്ങോട്ടുള്ള 2 മാസം എന്ത് ചെയ്യുന്ന ഒരു ഐഡിയയും ഇല്ല. വീട്ടിൽ കുറേ നേരമായിട്ട് ആരും എണീക്കാത്തത് കൊണ്ട് തന്നെ നമ്മൾ ഈ കംപ്ലീറ്റ് സൈലൻസ് ഉണ്ടല്ലോ, ഒന്ന് മറികടക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ നമ്മളൊരു അനാഥപ്രേതം പോലെ തോന്നുമല്ലോ. ഞാൻ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ വീഡിയോ വെക്കും കേട്ടോ. പ്രത്യേകിച്ച് നല്ല സൈലൻ്റ് ആയിട്ടുള്ള മ്യൂസിക് അല്ലെങ്കിൽ മെഡിറ്റേഷൻ മ്യൂസിക്, ഇനി അതല്ലെങ്കിൽ സുപ്രഭാതം വയ്ക്കും. അങ്ങനെ ഈ ഒരു ഭക്തിസാന്ദ്രമായ അല്ലെങ്കിൽ നല്ലൊരു കാമായിട്ടുള്ളൊരു ഈ അന്തരീക്ഷം ഈ ഒരു ഇതിൽ നമുക്ക് കിട്ടും. കാണാനും ആ ഒരു മ്യൂസിക് കേൾക്കാനും നല്ല രസമാണ്. അപ്പോൾ നമ്മൾ എണീച്ച് വരുന്നവർക്കും അതൊക്കെ കേട്ടുകൊണ്ടിരിക്കാം. എനിക്ക് എൻ്റെ കാര്യങ്ങളും ഈ മ്യൂസിക്കൊക്കെ കേട്ടുകൊണ്ട് ചെയ്യാം. പിന്നെ ഉച്ചയ്ക്കൊക്കെ ആണെങ്കിൽ ഞാൻ നല്ല കോമഡി സിനിമയാണ് കാണുക. പക്ഷേ ഇപ്പോൾ ഈ ഒരു മ്യൂസിക്കാണ് എനിക്ക് ഇമ്പോർട്ടൻറ്റ്. പോയി വന്നതല്ലേ, നമുക്ക് എന്തായാലും നല്ലൊരു വെള്ളമൊക്കെ കുടിക്കണം. കുറച്ച് ഡീഹൈഡ്രേഷൻ ആയിട്ടുണ്ടാവും, അത്രയ്ക്ക് സ്വെറ്റായിട്ടുണ്ട്. പിന്നെ എനിക്ക് അത്യാവശ്യം വിശക്കാൻ തുടങ്ങി കേട്ടോ. ഞാൻ ഈ സമയത്ത് എനിക്ക് പൊതുവേ വിശക്കാറൊന്നുമില്ല, പക്ഷേ എനിക്ക് ഇപ്രാവശ്യം വിശന്നു. ഇനി വീട്ടിലാണെങ്കിൽ കാര്യമായിട്ടൊന്നുമില്ല ഈ സമയത്ത് ഒന്നും ഉണ്ടാവാനല്ലേ. പിന്നെ നൂഡിൽസാണ്, ഞാൻ അതങ്ങനെ കഴിക്കാറില്ല. പ്രത്യേകിച്ച് യിപ്പി
മാഗി ആണെങ്കിൽ ഞാനൊരു വിധം വല്ലപ്പോഴെങ്കിലും കഴിച്ചേനെ. ഇതിപ്പോൾ വേറെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ യിപ്പി എടുത്തിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഒരു തളർച്ച പോലെ, ഒരു ക്ഷീണം, ഒരു ഗ്യാപ്പ് വന്നതല്ലേ, അപ്പോൾ അതിൻ്റെതായ ഒരു ക്ഷീണം വന്നിട്ടുണ്ടായിരുന്നു. കുറേ വാക്കിങ്ങൊക്കെ ചെയ്തിട്ട് വന്നു, ഒരു വിശപ്പ് തോന്നി. പിന്നെ രാത്രിയാണെങ്കിലും ഞാനൊരു ഫാസ്റ്റിംഗ് ഒക്കെ ചെയ്തിട്ട് ഒരു 6 മണിക്ക് ഞാൻ ഫുഡ് നിർത്തിയതാണ്. അപ്പോൾ അത്യാവശ്യം സമയമായി തുടങ്ങി അധികം വിശക്കണ്ട. അപ്പോൾ നല്ല ഡബിൾ മസാലയൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ ഈ യിപ്പി ഉണ്ടാക്കുന്നത്. ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് മാറി കിട്ടാൻ വേണ്ടിയിട്ടാണ്. യിപ്പി ആവുന്ന സമയം കൊണ്ട് നമ്മുടെ കട്ടൻ കാപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് രണ്ടും കൂടിയാണ് കോമ്പിനേഷനായിട്ട് കഴിക്കുന്നത്. നല്ല ചൂടിൻ്റെ കൂടെ പിന്നെയും ചൂടാണ് അടിച്ച് കെട്ടുന്നത്, കുഴപ്പമില്ല. ഇതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് കുളിക്കാനുണ്ടല്ലോ, അതുകൊണ്ട് ബോഡി കുറച്ച് ഹീറ്റായാലും കുഴപ്പമൊന്നുമില്ലെന്ന് തോന്നി. എന്താണെന്ന് അറിയില്ല, ഇത് ഉണ്ടാക്കി വന്നപ്പോൾ എനിക്ക് സ്മെല്ല് അങ്ങോട്ട് പിടിക്കുന്നില്ല യിപ്പിയുടെ. അപ്പോൾ ഞാൻ ഒരു ചേഞ്ച് ആയിട്ട്, ഒരു ഡിഫറെൻ്റ് ആയിട്ട്, എനിക്ക് ചീസൊന്നും ഇടാനാണെങ്കിൽ ചീസൊന്നും ഇല്ലാനും, പിന്നെ ഞാൻ കുറച്ച് എഗ്ഗ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതാണെങ്കിൽ കുറച്ച് പ്രോട്ടീനും ആവല്ലോ, ഓൾറെഡി ഒരു വാക്യൂമൊക്കെ കഴിഞ്ഞ് വന്നതാണ്. അപ്പോൾ ഒരു പ്രോട്ടീൻ ആകാം എന്നുള്ളൊരിതിൽ ഞാൻ സെയിം പാനിലോട്ട് തന്നെ, ഞാൻ കഴുകാനൊന്നുമില്ല. എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഫ്ലേവറും കൂടി അതൊന്നും പിടിച്ചോട്ടെ എന്ന് വിചാരിച്ചല്ലേ, ഓൾറെഡി മസാലയൊക്കെ ഉണ്ടല്ലോ, അത് എഗ്ഗിലാവുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ. പിന്നെ എന്താണെന്ന് വെച്ചാൽ അത്യാവശ്യം നന്നായി പിടിച്ച് പോയിട്ടുണ്ടായിരുന്നു, അതും വലിയ പ്രശ്നമൊന്നുമില്ല, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ ഈ എഗ്ഗും ഇതിൻ്റെ മേലെ ഒന്ന് മുള്ളിങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ കഴിച്ചു. അപ്പോൾ അത്യാവശ്യം നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് തന്നെയായി. ഇനി ഒന്നും വേണ്ട, എഗ്ഗുള്ളതുകൊണ്ട് തന്നെ ഒരു കംപ്ലീറ്റ് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. ഫുഡൊക്കെ കഴിച്ച് വന്നാൽ പിന്നെ ഉള്ളത് പാത്രം കഴുകി വെക്കണം. അത് മസ്റ്റാണ്, മറന്നു പോകരുത്. പണ്ടൊക്കെ ഞാൻ ഇങ്ങനെ സിങ്കിലൊക്കെ ഇട്ട് പോകുന്നൊരു വൃത്തികെട്ട സ്വഭാവമൊക്കെ എനിക്കുണ്ടായിരുന്നു, ദുശീലങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ അമ്മ എന്നെ ഇവിടുത്തെ പറഞ്ഞ് നല്ല രീതിയിൽ പറഞ്ഞ് മാറ്റിച്ചെടുത്തൊരു കാര്യമാണത്. അപ്പോൾ അതെന്തായാലും മെന്നെ ചെയ്യണം. ഇപ്പോൾ അമ്മ എണീച്ചൊക്കെ വരുമ്പോൾ എനിക്ക് ഇങ്ങനെ മെസ്സേജ് കിടക്കുന്നിടത്തല്ലോ അടുക്കള, അവർക്കൊക്കെ നല്ല നീറ്റായിട്ട് കിച്ചൺ കാണണ്ടേ. അപ്പോൾ അത് നമ്മൾ എന്തായാലും ആ കാര്യമൊക്കെ ശ്രദ്ധിക്കണം. പിന്നെ അതിനുശേഷം ഞാൻ എൻ്റേതായിട്ടുള്ള കുറച്ച് സമയങ്ങളൊക്കെ കൊടുക്കാൻ വേണ്ടി റൂമിലേക്ക് വന്നു. കുറച്ച് കാലമായിട്ടോ ഞാനിങ്ങനെ ഒരു എന്താ പറയുക, നെയിൽ കെയർ, ഹാൻഡ് കെയർ, പിന്നെ ഫുഡ് കെയർ, ഈ സംഭവങ്ങളൊക്കെ ചെയ്തിട്ട്, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ ഒരു സ്പാ മോഡിലുള്ള ഒരു അറ്റ്മോസ്ഫിയറൊക്കെ ആക്കി നല്ല AC ഒക്കെ ഇട്ട് നല്ല തണുപ്പിച്ച് വെച്ചതുകൊണ്ട് തന്നെ ഇപ്പോൾ എനിക്ക് വലിയ രീതിയിൽ കുഴപ്പമൊന്നുമില്ല. ഞാൻ നെയിൽ പോളിഷൊക്കെ ഇട്ട് ഒന്ന് ഒരു ചെറിയ പെഡിക്യൂർ എന്നൊക്കെ വേണമെങ്കിൽ പറയാം, മാനിക്യൂർ എന്താ സംഭവം എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇതിനൊക്കെ ചെയ്യാനുള്ളൊരു പരിപാടിയാണ് കേട്ടോ. നമ്മൾ മിക്കവരും വേണ്ടത്ര ശ്രദ്ധ കൊടുക്കാത്തൊരു സംഭവമാണ് കാലുകൾ എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം കൂടിപ്പോൾ നെയിൽ പോളിഷ് ഇടുമായിരിക്കും, അതിൽ കൂടുതൽ ആരും ഒന്നും നോക്കാറില്ല. മിക്കവരുടെ കാല് കണ്ടിട്ടുണ്ടെങ്കിൽ നല്ല ഡ്രൈ ആയിരിക്കുന്നത് കാണാം. അത് സ്ഥിരമായിട്ട് മോയ്സ്ചറൈസർ ഇടാത്ത, അല്ലെങ്കിൽ അതിനുള്ള ഓയിലിട്ട് മസാജ് ചെയ്യാത്തത്, അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ പ്രശ്നം കൊണ്ടാണ് അങ്ങനെ കിടക്കുന്നത്. കൈക്കൊന്നും കുഴപ്പമുണ്ടാവില്ല, പക്ഷേ കാല്, ഒരാളുടെ ഒരു സംഭവം, ഒരു വൃത്തിയൊക്കെ നമുക്ക് കാല് നോക്കിയാൽ മനസ്സിലാവും എന്നാണല്ലോ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇടയ്ക്കെങ്കിലും ഒരാഴ്ചയിൽ 1-2 ദിവസമെങ്കിലും നമ്മൾ കാലിന് വേണ്ടിയിട്ട് മാറ്റി വെക്കണം എന്നാണ് ഞാൻ പറയുന്നത്. കുറച്ച് നേരം, ഇപ്പോൾ കാലിനൊക്കെ നല്ല ഹാർഡായിട്ട് സ്കിന്നുള്ളവരോ വിണ്ട് കയറുന്നവരൊക്കെ ആണെങ്കിൽ കുറച്ച് നല്ലൊരു ലെമൺ വാട്ടറിൽ കാല് ഡിപ്പ് ചെയ്ത് വെക്കുന്നത് നല്ലതാണ്. ഹോട്ട് വാട്ടർ അതിൽ വെക്കുന്നത് നല്ലതാണ്, ഉപ്പിട്ടിട്ട് വെക്കാം, അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. അങ്ങനെ ഈ ഒരു സംഭവങ്ങളെല്ലാം കഴിഞ്ഞു. എൻ്റെ കുളിയും കഴിഞ്ഞു, അത്യാവശ്യം നല്ല സുഖം ഉണ്ടായിരുന്നു. കുളിച്ചൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും ഞാൻ പറഞ്ഞ പോലെ ചൂടൊക്കെ ഒന്ന് മാറി, നല്ലൊരു സുഖം കിട്ടിയിട്ടുണ്ടായിരുന്നു. രാവിലെ തന്നെ എൻ്റെ കുളിയും കഴിഞ്ഞു. വീട്ടിൽ വെറുതെ ഇരിക്കുകയാണെങ്കിൽ പോലും അത്യാവശ്യം നല്ല രീതിയിൽ ഒന്ന് മേക്കപ്പൊക്കെ ചെയ്തിട്ട് തന്നെയാണ് ഞാൻ നടക്കുക. ഒരുപാട് വാരി തയ്ക്കുകയെന്നല്ല പറഞ്ഞത്, ഈ കണ്ണെഴുതിയിട്ടോ കുറച്ചൊരു ലിപ്സ്റ്റിക് ഇട്ടിട്ട് ഇങ്ങനെയൊക്കെ സംഭവങ്ങൾ എനിക്ക് നിർബന്ധമാണ്. അല്ലാതെ എനിക്ക് എന്നെ തന്നെ കാണാൻ വയ്യാത്തത് കൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങാറുള്ളൂ. ഇപ്പോഴേക്കും എല്ലാവരും എണീച്ച് വന്നിട്ടൊക്കെ ഉണ്ട് കേട്ടോ, ടൈമായി തുടങ്ങി. ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പണിയൊക്കെ അവിടെ തുടങ്ങിയിട്ടുണ്ടാവും. അമ്മയാണ് സാധാരണ ബ്രേക്ക്ഫാസ്റ്റൊക്കെ നോക്കാറുള്ളത്. എനിക്ക് ഞാൻ പറഞ്ഞ പോലെ മോളെയൊക്കെ നോക്കാനും കുട്ടീനെ എന്താ പറയുക, നമുക്ക് റെഡിയാക്കി ഒന്ന് പറഞ്ഞയക്കണമല്ലോ, അവർ സ്കൂൾ ടൈമാണല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആ ഭാഗത്തേക്കിട്ട് ഇറങ്ങി പോകാറില്ല. അപ്പം എൻ്റെ പരിപാടികളൊക്കെ അവിടെ കഴിഞ്ഞിട്ടുണ്ട്. എനിക്ക് തന്നെ ഒരു തൃപ്തിയൊക്കെ ആയി. നോക്കുമ്പോൾ ഞാൻ പറഞ്ഞത് ശരിയാണ്, അവിടെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ചിക്കനൊക്കെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇപ്രാവശ്യം അത്യാവശ്യം നല്ലോണം ചിക്കൻ വാങ്ങിയിട്ടുണ്ട്. 2 പ്രാവശ്യമായിട്ട് നമ്മളിത് കുക്ക് ചെയ്യുന്നത്. ഇന്നിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് എടുക്കും, പിന്നെ ബാക്കി നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ആവശ്യമുള്ളപ്പോൾ ലഞ്ചിന് വേണ്ടിയിട്ട് വേറൊരു ദിവസം എടുക്കും, ഇങ്ങനെയാണ്. അപ്പോൾ നല്ല സ്റ്റൂവും പുട്ടുമാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയത് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നമ്മുടെ സ്റ്റൂ ഒക്കെ. പിന്നെ ഞാൻ ചായ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ചായയും കൂടി ആകുമ്പോൾ ഞാൻ എന്തായാലും ചായ കുടിക്കുന്നില്ല, ബാക്കി എല്ലാവരും കുടിക്കട്ടെ. ഞാൻ ഓൾറെഡി എൻ്റെ ഒരു ചെറിയൊരു ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞതാണ്. ഇനിയിപ്പോൾ എന്തായാലും ഇപ്പോഴൊന്നും എനിക്ക് ഫുഡൊന്നും വേണ്ട. മിക്കവാറും രാത്രിയായിരിക്കും ഞാൻ ഇതൊക്കെ കഴിക്കുന്നുണ്ടാവുക. അപ്പോൾ നമ്മൾ നല്ല ചായ ഉണ്ടായിട്ടുണ്ട്. ഞാനിവിടെ പൊടിച്ചായാണ് ഉണ്ടാക്കാറുള്ളത്. അവിടെ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചുകൊണ്ട് നിൽക്കുമ്പോഴേക്കും ഈ ഒരു സമയം കൊണ്ട് നമുക്ക് ലഞ്ചിനുള്ള പരിപാടി നോക്കണം. ലഞ്ച് മിക്കവാറും ഞാൻ തന്നെയാണ് കൈകാര്യം ചെയ്യാറുള്ളത്. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇവിടെ അവൈലബിൾ അല്ലാത്ത സമയം മാത്രമേ ഉള്ളൂ വേറെ എല്ലാവരും വരിക, അല്ലെങ്കിൽ അവർക്ക് തോന്നുമ്പോൾ. എന്തായാലും ലഞ്ച് എനിക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമുള്ള സംഭവമായതുകൊണ്ട് തന്നെ ലഞ്ച് ആകുമ്പോൾ ഞാൻ കൂടുതൽ ആക്റ്റീവായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ്. പരിപ്പ് കറിയാണ് കേട്ടോ ഇന്ന് ഉണ്ടാക്കിയിട്ടുള്ളത്. പരിപ്പ് കറിയും ക്യാരറ്റിൻ്റെ ഉപ്പേരിയും വെക്കാമെന്ന് വിചാരിച്ചിരുന്നതാണെങ്കിൽ അധികം വേറെ നോൺ വെജ് ആയിട്ടൊന്നും വെക്കുന്നില്ല. പിന്നെ പപ്പടവും ഉണ്ട്. ഇത്രയൊക്കെ മതി, ഒരു സിമ്പിളായിട്ടുള്ളൊരു ലഞ്ചാണ് ഞാൻ വിചാരിക്കുന്നത്.
ഈ ഒരു സംഭവം അമ്മ ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. കുറേ കാലമായി ഉള്ളത്, നിങ്ങളാരും കണ്ടിട്ടുണ്ടാവില്ല, ഞാനിപ്പോഴാണ് ഇത് കാണിക്കുന്നത്. നമ്മൾ പച്ചക്കറികളൊക്കെ വെക്കാൻ വേണ്ടിയിട്ടുള്ളൊരു നല്ലൊരു ഓർഗനൈസറാണ്. ഒരു 5000 സംതിങ് എങ്ങാനും ഉണ്ട്, പക്ഷെ നല്ല ക്വാളിറ്റി തന്നെ. ആമസോണിൽ ആയതുകൊണ്ട് തന്നെ നല്ല ഹൈ ക്വാളിറ്റി സംഭവമാണ്. നമുക്ക് എത്ര വെയിറ്റ് വേണമെങ്കിലും വെക്കും, നല്ല വൃത്തിയായിട്ട് വെക്കാൻ പറ്റിയതാണ്. പിന്നെ ഞാനിപ്പോൾ ഈ പഴം എടുത്തുകൊണ്ട് പോകുന്നത് എനിക്ക് കഴിക്കാൻ തന്നെയാണ്. ഞാൻ വേറൊന്നും കഴിച്ചില്ലെങ്കിലും ഒന്ന് ഫ്രൈ ചെയ്തിട്ട് ആ ബനാന കഴിച്ചിട്ടുണ്ട്. പിന്നെ ലഞ്ചൊക്കെ അപ്പോഴേക്കും റെഡി ആയിട്ടോ. ഞാൻ പറഞ്ഞ പോലെ സിമ്പിളായിട്ടുള്ളൊരു പരിപ്പ് കറിയാണ്. അങ്ങനെ തേങ്ങ അരച്ചൊന്നല്ല വെച്ചത്. പിന്നെ ചോറുണ്ടായിരുന്നു ഉണ്ടാക്കി. പിന്നെ ക്യാരറ്റിൻ്റെ ഉപ്പേരി ഇതും വെച്ചിട്ടുണ്ടായിരുന്നു, തോരൻ എന്നൊക്കെ പറയും. പിന്നെ നല്ല കഞ്ഞിവെള്ളം ഉണ്ടായിരുന്നു, നല്ല ചൂടോടെ നമ്മൾ അരി വാർക്കുമ്പോൾ തന്നെ എടുത്ത് വെക്കുന്ന ഫസ്റ്റ് കഞ്ഞിവെള്ളമാണ്. ഇത് മിക്കവാറും പപ്പയ്ക്ക് വേണ്ടിയിട്ടൊക്കെയാണ് എടുത്ത് വെക്കുക, ഞങ്ങൾക്ക് വേണമെങ്കിൽ വേറെ ആക്കാറുണ്ട്. അപ്പോൾ ഇന്നത്തോടെ ലഞ്ച് കഴിഞ്ഞു. ഇത് ഫുഡിൻ്റെ പരിപാടി ഇതോടെ തീർന്നു. പിന്നെ വിളിച്ച് നീട്ടലൊന്നുമില്ല. പിന്നെ ഞാൻ എന്തായാലും ഒന്ന് പുറത്ത് പോകാൻ വേണ്ടി ഇരിക്കുകയാണ് കേട്ടോ. എൻ്റെ അമ്മ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഈ ഒരു ബ്ലാക്ക് ടോപ്പും പിന്നെ ഈ ജീൻസും, നല്ല ലൂസായിട്ടുള്ള ജീൻസുമാണ് ഇട്ടിരിക്കുന്നത്. നമ്മുടെ ഒരു ഇതുണ്ടല്ലോ ബാഗി ജീൻസ്, അത് തന്നെ. പിന്നെ നല്ല ഈ ഒരു ടോപ്പ് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ. ഇത് ഓൾമോസ്റ്റ് ഒരു 6-7 കൊല്ലമായിട്ടുണ്ടാവും ഇത് ഞാൻ വാങ്ങിച്ചിട്ട്. ഞാൻ ഖത്തറിലുണ്ടാകുമ്പോൾ ചുമ്മാ ഒരു മകളിലൂടെ വെറുതെ നടക്കുമ്പോൾ അങ്ങനെ വെറുതെ ക്യാരി ഫോറിൽ അങ്ങനെ തോന്നുന്നു. അവിടെ കണ്ടൊരു ടോപ്പാണ്, എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമായിട്ട് ഞാൻ ഇതുവരെ. ചിലതൊക്കെ അങ്ങനെയാണല്ലേ, നമുക്കത് ഒഴിവാക്കാൻ തോന്നില്ല. ഒരുപാട് ഡ്രസ്സ് ഉണ്ടെങ്കിലും ചിലത് നമുക്ക് വിട്ട് കളയാൻ തോന്നില്ല. അങ്ങനത്തെ ഒന്നാണ് ഈ ഒരു ബ്ലാക്ക് ടോപ്പ് എന്ന് പറയുന്നത്. പിന്നെ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഗോൾഡൻ ഇയറിങ്ങും അതിൻ്റെ കൂടെ ഇട്ടിട്ടുണ്ട്. ഈ ബ്ലാക്ക് ഗോൾഡൻ ഒരു ഓർണമെൻറ്റ്സ് വരുമ്പോൾ നല്ല രസമാണ്. പിന്നെ വേറെ ഓർണമെൻറ്റ്സ് ഒന്നുമില്ല. എൻ്റെ ഒരു സ്മാർട്ട് വാച്ചും ഉണ്ട്. നമുക്ക് നടക്കുന്ന സ്റ്റെപ്പൊക്കെ ഒന്ന് അറിയണമല്ലോ, അതിനും കൂടി വേണ്ടിയിട്ടാണ്. പിന്നെ ജസ്റ്റ് ഒന്ന് ഹെയർ ബാൻഡ് ഇട്ടിട്ട് ഇത്രയേ ഉള്ളൂ കേട്ടോ. കൂടുതലൊന്നും ഞാൻ മുടിയിൽ പരിപാടികൾ ചെയ്യാറില്ല. കൂടിപ്പോയാൽ പോണിറ്റെയിൽ കെട്ടും എന്നല്ലാതെ മിക്കപ്പോഴും എൻ്റെ ഹെയർ സ്റ്റൈൽ എന്ന് പറയുന്നത് ഫ്രീ ഹെയർ തന്നെയാണ്. സമയം ഇപ്പോൾ 10:30 ആയിട്ടുണ്ട്. നിങ്ങൾക്ക് തല തിരിഞ്ഞിട്ടായിരിക്കും ക്ലോക്കിൽ കാണുന്നത്. കാരണം കുറേ നേരം ഇങ്ങനെ പോസ്റ്റായിട്ട് അമ്മ ഇപ്പോൾ വിളിക്കുമെന്ന് വിചാരിച്ചിരിക്കുക കേട്ടോ. നമുക്ക് ഒരു 5 മിനിറ്റ് കഴിഞ്ഞാൽ വിളിക്കുമായിരിക്കും. ഞാൻ പോയിട്ട് വരാം. സിൽക്ക് മന്ദിറിലേക്കാണ് പോകുന്നത്. കോഴിക്കോടുള്ളവർക്ക് അറിയാൻ പറ്റും. അപ്പോൾ ബാക്കി അവിടെ നിന്ന് കാണാം കേട്ടോ. ബൈ ബൈ. ഒരു 5 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ അമ്മേൻ്റെ വിളി വന്നു. ഇതാണ് എൻ്റെ മൊത്തത്തിലുള്ള കോലം. നമ്മൾ വെയിലിൽ നിന്ന് പ്രൊട്ടക്ഷൻ അത്യാവശ്യമാണ്. ഷോളായാലും മാസ്ക് ആയാലും ഗ്ലൗ ആയാലും എല്ലാം ഇട്ടിട്ട് തന്നെ പോയാൽ മതി. ചൂട് എക്സ്ട്രാ എടുക്കും എന്നാലും വേണ്ടിയില്ല. നമ്മൾ ഈ വെയിൽ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഒരുപാട് കുഴപ്പങ്ങൾ വരും. നിങ്ങൾക്കറിയാം. പറഞ്ഞ് ആക്കുമ്പോഴേക്കും അമ്മ അവിടെ എത്തിയിട്ടോ. ഞാനിതൊക്കെ പറയാൻ മറന്നുപോയി. ഞാൻ ഓൾറെഡി 5 മിനിറ്റ് നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് അമ്മ വന്നത്. അധികം സമയം എടുത്തില്ല. പിന്നെ ഞങ്ങൾ ചുരിദാർ നോക്കുകയായിരുന്നു. എൻ്റെ ഒരു ആൻറ്റിക്ക് ചുരിദാർ വാങ്ങണം, അതിനാണ് ഞങ്ങൾ മെയിനായിട്ട് വന്നത്. അപ്പോൾ ആൻറ്റിയുടെ സൈസും പിന്നെ കാര്യങ്ങളും അവരേജ് എല്ലാം കൂടി വെച്ചിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ടൊന്ന് എടുക്കാൻ കുറച്ച് സമയം ബുദ്ധിമുട്ടി. പ്രത്യേകിച്ച് വേറൊരാൾക്കാണല്ലോ, നമുക്ക് ഇഷ്ടമുള്ളതാണെങ്കിൽ നമുക്ക് ഒറ്റയടിക്ക് എടുക്കാം. വേറൊരാൾക്ക് കൊടുക്കുമ്പോൾ കുറേ ശ്രദ്ധിക്കണം. അങ്ങനെ അവർക്ക് വേണ്ടിയിട്ടുള്ള ചുരിദാർ എടുത്തത് കഴിഞ്ഞിട്ട് അമ്മയ്ക്കുള്ള ചുരിദാറാണെങ്കിൽ വെച്ച് നോക്കുന്ന മുഴുവൻ ഞാനായിരുന്നു കേട്ടോ. അതെന്തുകൊണ്ടാണെന്നൊന്നും എനിക്കറിയില്ല. ഏകദേശം ഞാൻ അമ്മ ഒരേ സൈസായതുകൊണ്ട് എനിക്ക് അടിച്ചു മാറ്റാം എന്നുള്ള ദുരുദ്ദേശം ഉണ്ടോ എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം ഞാൻ ഇങ്ങനെയൊക്കെ വെച്ച് നോക്കി എനിക്കും കൂടി ചേരുന്നുണ്ടോ എന്ന് ഞാൻ ടെസ്റ്റ് ചെയ്തത്. ഈ നീല എടുക്കാനാണ് ആദ്യം വിചാരിച്ചത്. പക്ഷേ ഞങ്ങൾ ട്രയൽ റൂമിലോട്ട് വെറുതെ കൊണ്ടുപോയിട്ടുള്ള ഒരു ലാവൻഡർ ഡ്രസ്സ്. ഇതിങ്ങനെ കാണുമ്പോൾ ഒട്ടും രസമില്ല. ഇട്ട് നോക്കിയപ്പോൾ ഈ ക്യാമറയിലല്ല കേട്ടോ, ക്യാമറയിൽ ഒരു ലുക്കില്ല. പക്ഷേ ഇട്ട് നോക്കിയപ്പോൾ അടിപൊളിയായിരുന്നു. നല്ലൊരു മുഖത്തേക്ക് നല്ല ബ്രൈറ്റായിട്ട് കൊടുക്കുന്ന ഒരു ഡ്രസ്സ്. അങ്ങനെ കണ്ടപ്പോൾ നമ്മൾ ചിലതൊക്കെ ഇട്ടാൽ തന്നെയേ മനസ്സിലാവുള്ളൂ, നേരിട്ട് കണ്ടാൽ ഒന്നും പറയാൻ പറ്റില്ല. അങ്ങനെ വാങ്ങി. ഇത് ആൻറ്റിക്കുള്ളത് നമ്മൾ പാക്ക് ചെയ്ത് നല്ല ഗിഫ്റ്റായിട്ടൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അമ്മയ്ക്കുള്ളത് അമ്മ എടുത്തു. എന്നെ കുറേ നിർബന്ധിച്ചു കേട്ടോ. പിന്നെ ഞാൻ വാങ്ങിയില്ല. ഞാൻ പറഞ്ഞു എനിക്ക് വേറൊരു സാധനം വാങ്ങി തന്നാൽ മതിയെന്ന്. അങ്ങനെ അമ്മേനെയും കൊണ്ട് പുറത്ത് നേരെ ഓപ്പോസിറ്റുള്ളൊരു ഷോപ്പിൽ പോയി. അത് വേറെ ഒന്നല്ല ഗൈസ്, അതാണ് എനിക്ക് യമ്മി. എനിക്ക് ഫ്രൈഡ് ചിക്കനോട് ഒരുപാട് ഇഷ്ടമാണ്. എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് ഫുഡാണ് ഈ ഫ്രൈഡ് ചിക്കൻ എന്ന് പറയുന്നത്. KFC കഴിഞ്ഞാൽ പിന്നെ യമ്മി ഇട്ടു. ഇതൊക്കെ ഓൾറെഡി നല്ല ടേസ്റ്റുള്ള സംഭവമാണ്. നല്ല ജ്യൂസിയാണ്, നല്ല യമ്മി ക്രഞ്ചി ചിക്കനാണ്. പക്ഷേ ഈ വിചാരിച്ച പോലെ എനിക്ക് കഴിക്കാൻ പറ്റുന്നില്ല. നല്ല ചൂടുണ്ടായിരുന്നു. പോരാത്തന്നെ എൻ്റെ പല്ലിൻ്റെ പ്രശ്നവും കൂടി എനിക്കങ്ങനെ കഴിക്കാൻ പറ്റില്ല കേട്ടോ. പിന്നെ കുറച്ച് നേരം വെയിറ്റ് ചെയ്തു. ഞാനിത് ഈ അവസ്ഥയിൽ എത്തിച്ചിട്ടുണ്ട്. പിന്നെ ബില്ലൊക്കെ കൊടുത്തു. അമ്മ ബില്ലൊക്കെ ആക്കി ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. എനിക്ക് വേറെ പണിയൊന്നുമില്ലല്ലോ. അപ്പോൾ ഞാനിത് എൻ്റെ പാർക്കിങ്ങിലോട്ട് വന്നു. അമ്മ ബസ് കയറി അവിടെ തന്നെ പോയി കേട്ടോ. ഞാൻ തിരിച്ച് വീട്ടിൽ പോവാണ് കേട്ടോ. ബൈ ബൈ.